നമുക്കിന്നൊരു ഈവനിങ് വ്ലോഗ് കണ്ടോക്കട്ടെ. ഹായ് ഹലോ, ഞാനിങ്ങനെ നാസി. അങ്ങനെ കസിൻസ് എല്ലാവരും ഞാൻ ചുമ്മാ വൈദ അയ്യാനും ഉണ്ടിട്ടാ എൻ്റെ ട്രോഫി ഉണ്ട് ഗായ്സ്, എന്താവും അറിയില്ല. അങ്ങനെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ ടൗണിൽ ഇറങ്ങിയിട്ടുള്ളത് കേട്ടാ. എൻ്റെ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചത് ഞാൻ മീഷോന്ന് ഓർഡർ ആക്കിയിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് 100 സംതിങ് ഗൈസ്. നല്ല ഒരു ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. സോ ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുള്ള ഷോർട്ട് കുർത്തി ഓർഡർ ആക്കിയിട്ടുള്ളത് 100 സംതിങ്ങേ ഉള്ളൂ ഈ ഡ്രസ്സിന്. അങ്ങനെ കുറേ ആയി ഞാൻ ഓർഡർ ആക്കിയിട്ട് മെല്ലെ മെല്ലെ വന്നിട്ടാകുമ്പോഴത്തേക്ക് ഇപ്പോൾ കിട്ടുന്നേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, നമ്മൾ കാഞ്ഞങ്ങാടിൽ കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അയ്യാൻ ഇറങ്ങിയപ്പാട് നീ കൊടുക്കേണ്ട ഓട്ടോറിക്ഷേനെ പൈസ ഞാൻ കൊടുക്കുന്നില്ല പറഞ്ഞിട്ട് വൈതാനം ഇതാക്കുന്നില്ല തരാം. പിന്നെ പറഞ്ഞു നീ എൻ്റെ കൈ പിടിക്കാണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് മുമ്പിൽ ബസ്. പിന്നെ വൈതാൻ്റെ പേര് വിളിച്ചിട്ട് ഓളെ നാട്ടിച്ച് കളഞ്ഞു. പിന്നെ ഇതാ എന്തെന്നറിയില്ല, വൈതാനൊക്കെ എന്നെ ഉണ്ടായിട്ടാ നീ പിടിക്കണ്ട, ഞാൻ ദീദീനൊക്കെ പോയിക്കോളും, ഞാൻ എന്നെ തൊടാൻ മുടിയില്ല. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ഇങ്ങനെ ബാക്കിൽ നല്ല പാങ്ങിൽ വ്ളോഗ് എടുത്തോണ്ട് പോകുന്നില്ല എന്നിട്ടാ. മെയിൻ ഉദ്ദേശം എന്താ വെച്ചെങ്കിൽ ഫുഡ് അടി പിന്നെ ഒക്കെ കസിന് ചെരുപ്പ് വാങ്ങാനുണ്ടായിന്. ഫസ്റ്റ് നമ്മൾ പോയിട്ടുള്ളത് ചെരുപ്പ് വാങ്ങാനായിട്ടാ. ഗിരിജ കോംപ്ലക്സിലാണ് ഫസ്റ്റ് പോയിട്ടുള്ളത്. ആടെ ഏതെങ്കിലും പറ്റുന്ന ചെരുപ്പുണ്ടെന്ന് വെച്ചാണ് പോയിട്ടുള്ളത്. സോ ആടെ എത്തിയിട്ടാകുമ്പോഴാണ് ഗായസ് അയാൻ തന്ന പണി നിങ്ങൾ കണ്ടോക്കുക. എൻ്റെ അവസ്ഥ കുറച്ച് നേരത്തെ കിളി പോയിട്ടുണ്ടായത്. സോ അങ്ങനെയുണ്ടല്ല, പണ്ട് ആക്ച്വലി ഇതൊന്നും ഉണ്ടായിട്ടോ. അവിടെ ഒരു ഷീ ആൻഡ് ഷിയ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫാൻസി പൂടയും അതിനിപ്പോൾ ഒരു വാച്ചിപ്പൂടയെല്ലാം ഉണ്ടേനി പണ്ട് ഞങ്ങൾക്ക് അറിയുന്നത്. പിന്നെ ഇപ്പം എന്തെല്ലാം വന്നെന്നറിയോ ഈ കോംപ്ലക്സിൽ എൻ്റെ പൊന്നെ. പിന്നെ ഇവിടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് നോക്കാൻ വന്നത് ചെരുപ്പ് വൈദക്കായെങ്കിലും നോക്കുന്നില്ലത് അയ്യാനൂട്ടാ. ഫുൾ അടുത്ത എത്ര ചെരുപ്പുണ്ട് എല്ലാം ഓരോന്ന് ട്രൈ ആക്കുന്നുണ്ട്. പിന്നെ ക്യാസ്ട്രോവിൻ്റെ അടുത്ത് പോയി എൻ്റെ പൊന്നെ ഓരെന്നെ ചെയ്തെന്ന് തന്നെ കേട്ടോ. കുറച്ച് നേരത്തേക്ക് എന്നെ ഒന്ന് എന്താ പറയല്, എന്നെ ഞാൻ പൊട്ടിച്ചുണ്ടായത്. പിന്നെ എന്താ പറയില്ല, അവരൊക്കെ കുറച്ച് നേരം ചൂടായി. പിന്നെ ഞാൻ പറഞ്ഞ് ചെരുപ്പെല്ലാം ഊറിയിട്ടുണ്ടായത്. ഞാൻ പറഞ്ഞ് നിന്നെല്ലാം കൂട്ടിയില്ല എന്നല്ല പറഞ്ഞിട്ട് ഇവരെ പാട്ടിന് നോക്കുന്നുണ്ട്. ഇവരെ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് പണ്ട് ഞാൻ ഇതേ കണിക്ക് ഉണ്ടായത്. അപ്പോൾ ഞാൻ പിള്ളമാരെ മൈൻഡൊക്കെ അതുണ്ടായത്. ഇപ്പോൾ അവരതേ കണിക്ക് നോക്കിയുള്ളത്. സോ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നോക്കിക്കായതിൻ്റെ ഫുൾ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ കടമയാണല്ലോ നോക്കിക്കൊണ്ടുണ്ടായിട്ടാ. അപ്പോഴത്തേക്ക് ഇത്ര നേരം നിന്നിട്ട് ഈടെ സെറ്റായിട്ടാ. ചെക്കനെ ഇവിടെ നിർത്തിച്ചാൽ മതി എന്ന് തോന്നിയൊരിക്കും. ഇവിടെ കച്ചവടത്തിന് സെയിൽസ്മാനായിട്ട് നിർത്തിക്കാമെന്ന് തോന്നി. എനിക്ക് ആ കഴിവല്ല ഇപ്പോഴേ ഉണ്ട് കേട്ടോ. എന്താ വെച്ചെങ്കിൽ കണ്ട എന്നോട് അമ്മി ഈ ചെരുപ്പിട് ആ ചെരുപ്പിടെന്ന് പറഞ്ഞാൽ എൻ്റെ കാലിന് കുറേ ട്രൈ ആക്കി. ഓൻ്റെ ഷൂവിൻ്റെ നിങ്ങൾ കണ്ട എങ്ങനെയുണ്ട്, കറക്റ്റ് സൈസല്ലേ. അങ്ങനെ ഈടുന്ന് നമ്മൾ നേരെ കീഞ്ഞിട്ടാ. ഇവിടെ അവർ ചോദിച്ചാൽ എനിക്കത്തെ ചെരുപ്പ് കിട്ടിയിട്ടാ. സോ അങ്ങനെ അതിനെല്ലാം ട്രൈ ആക്കി പോയതിന് ഓന് മുതലാക്കിനിട്ടാ. പിന്നെ ഓനക്ക് മുതലാക്കണ്ട്, ഓൻ അതിനല്ലേ വന്നിട്ടുള്ളത്. പിന്നെ അത് നേരെ നമ്മൾ ഇവിടുന്ന് പോയിട്ട് ഇവിടുന്ന് ഞാൻ തീത്തിൻ്റെ കയ്യെ പിടിക്കുക, എൻ്റെ കൈ പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഇളയിട്ടുള്ളത് കേട്ടാ. ഓളിക്ക് തന്നെ ഉണ്ടായത് പോകുമ്പോഴത്തേക്ക്. പിന്നെ സംഭവം എന്തെന്നറിയോ, ഈ നമ്മൾ പെരക്കുന്ന വരുമ്പോഴത്തേക്ക് ഒരു വെളിച്ചം ഉണ്ടായിന്, മഴക്കുണ്ടായിന്. ഇവിടെ താനുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഓടിക്കുക, ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി മഴ കിട്ടാതെ, അന്ന് സേഫായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നേരെ നാസിൽ തന്നെ വന്നിട്ടാ ഇരുന്നാണ്. എൻ്റെയൊക്കെ ഏതൊരു കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു നീ എഴുന്നാണ് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായതെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ചെറിയ റേറ്റിന് തന്നെ ആക്ച്വലി നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ കളക്ഷൻ തീരുന്നതൊന്നും അറിയില്ല. ഇടയ്ക്ക് നല്ല കളക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. സോ ഇതിലൊരു 200, 250, പിന്നെ 300, 350, 500 ഉള്ളിലെന്ന് തോന്നുന്നു. സോ പിന്നെ കുർത്തി ഉണ്ട് കേട്ടോ. കുർത്തിൻ്റെ റേറ്റൊന്നും നമുക്ക് അറിയില്ല. ചെറിയ റേറ്റിന് നിങ്ങൾക്ക് ചെരുപ്പ് തപ്പുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല കളക്ഷൻസ് കിട്ടും കേട്ടോ. റേറ്റ് കുറവല്ലാതെ നല്ല കളക്ഷൻ ഉണ്ട്. സോ ആടുന്നുണ്ടല്ലോ നമ്മൾ പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് അവർ ചെരുപ്പ് നോക്കുമ്പോൾ എൻ്റെ പണി അതിൻ്റെ ബാക്കിലാണല്ലോ. അവിടെ ഉണ്ട് എല്ലാ ചെരുപ്പും എൻ്റെ ട്രയൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കുറേ നേരം കലമ്പി. പിന്നെ ഓനിക്കൊരാശ, ഓനിക്കൊരു പെണ്ണ് വേണ്ടേ ഇപ്പോഴേ നോക്കി വെച്ചെങ്കിലല്ലേ. ഇപ്പോൾ പെണ്ണിട്ടാൽ ഭയങ്കര ടാസ്കല്ലേ. അപ്പോൾ ഓന് ആ പെണ്ണിനെ സെറ്റാക്കി വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നേരത്തെ ഒരിക്കൽ ഓന് എന്താ പറയുക ഓരോന്ന് ട്രൈ ആക്കിപ്പിച്ച് ഹീൽഡെല്ലാം ഇട്ടിപ്പിച്ച്. സോ ഓന് ഹീൽഡ് ഇട്ടിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അവരോട് ഫുള്ള് ചൂടായിട്ട് ആദ്യത്തെ ചേച്ചിമാർക്കെല്ലാം ഭയത്തിരി ഞാൻ ഭാവന വിളിക്കുന്ന പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇനി ഇവരെ ഭയന്ന് ഞാൻ കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് നോക്കുന്നില്ല. അപ്പോഴത്തെ ഓന് കൈമ കിട്ടുന്നതിൻ്റെ എല്ലാ ചെരുപ്പ് വീണ് നിന്ന് തെരഞ്ഞ് എൻ്റെ കാലിന് ഇടിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു മതിയായാലും എനിക്ക് വേണ്ട. ഇല്ല അമ്മി നോക്കിയിട്ട് അമ്മി വാങ്ങിക്കോ എന്നല്ല പറഞ്ഞിട്ട്
ഒരു ട്രൈ ആക്കുന്നുണ്ട്. പക്ഷേ ഈ ചെരുപ്പിൻ്റെ കഥ തന്നെ ഞാൻ എന്തെന്ന് പറഞ്ഞിട്ട് ഭയ്യ കാണിച്ചു തരാം കേട്ടോ. ഓൻ ഇട്ടിട്ടുള്ള ചെരുപ്പാണ് എൻ്റെത്. സോ ഈ ചെരുപ്പിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് ആട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും ഗൈസ്. അപ്പോൾ ആ ചെരുപ്പിൻ്റെ കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ മനസ്സിലാവും. അങ്ങനെ ഇവിടെ കുറേ കഴിഞ്ഞ് പിന്നെ അതാ ചെക്കനെ തല തിരിഞ്ഞിട്ടുള്ളതാ ഞാൻ വ്ളോഗിൽ തിരിച്ചിട്ടുള്ളത്. സോ ഓന് നോക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവർ വാങ്ങാൻ വന്നിട്ട് അവർ വരെ ഇത്ര ട്രയൽ നോക്കിയിട്ടുണ്ടായിട്ടാണ്. ഞാൻ അവിടെ ഉണ്ടായ എല്ലാ ചെരുപ്പും ഞാൻ ഇട്ട് നോക്കിയിട്ടാ എൻ്റെ മോനുള്ള ഒരേ ഒരു കാരണം കൊണ്ട്. സോ പിന്നെ എൻ്റെ കസിന് പറഞ്ഞു നമുക്ക് തിന്നാൻ പോവാന്ന് പറഞ്ഞു. പിന്നെ എന്ത് സ്പോൺസറുകളല്ലേ ഓക്കെ എന്നല്ല പറഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ കുറേ നമ്മൾ ഹോട്ടലിൽ നോക്കി എടപ്പോണ്ട് നല്ല പ്ലാൻ ഇട്ടിട്ട് നേരെ നമ്മൾ പിടിച്ചത് പാർസൽ തന്നെ കേട്ടോ. എന്താ വെച്ചെങ്കിൽ നമ്മൾ കുട്ടാപ്പി ഉണ്ടല്ലോ. സോ ഓനും നോക്കണമല്ലോ. പിന്നെ നമുക്കിപ്പോൾ പാർസലോട് കുറച്ച് അവിടെ വെറൈറ്റി ഫുഡ് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് നെക്സ്റ്റ് എപ്പോഴെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ക്യാൻസൽ ആക്കിയിട്ടുണ്ടായത് കേട്ടോ. അങ്ങനെ നേരെ പാർസൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കുറേ ആൾക്കാരുണ്ടല്ലോ. സോ നമ്മൾ ഈ കസിൻസ് എല്ലാവരും ഒന്നിച്ചിട്ട് പോകുമ്പോഴത്തേക്കുള്ളത് എന്താ വെച്ചെങ്കിൽ എല്ലാം ഒന്നിച്ചിട്ട് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാം മിക്സ് ആക്കിയിട്ട് നമ്മളിങ്ങനെ ഷെയറാക്കി തിന്നും. സോ അങ്ങനെ നല്ല ഇരിക്കാനും അങ്ങനെ ഇങ്ങനെ നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പുതിയ എന്തെങ്കിലും ട്രൈ ആക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ പാർസൽ വന്നത് ഗൈസ്. പക്ഷേ വന്ന് പെട്ടത് ഞാനായിരുന്നു. എന്ത് പറഞ്ഞാൽ കഴിഞ്ഞതിൽ ഇതിന് മുമ്പിലെല്ലാം ഞാനും ചമ്മു മാത്രം വന്നിട്ടല്ല തിന്നത്. ഓനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടായിട്ടല്ല. സോ എനിക്കിന്ന് എന്തെന്നറിയില്ല, എപ്പോഴും ഞാൻ വന്നിട്ട് മാത്രമല്ല തിന്നുന്നുണ്ടായത്. സോ അപ്പോൾ മനസ്സിലുണ്ടാവും ഒറ്റയ്ക്ക് ഓനെ വിട്ടിട്ട് തിന്നുമ്പോൾ ഒരു മനസ്സ് വരത്തില്ല. പക്ഷെ നമ്മൾ തിന്നേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ നമ്മൾ തിന്നേ പറ്റും. സോ അതുകൊണ്ട് എനിക്ക് ഇന്നെന്തോ ഒരു ബേജാറായി. അതൊന്നും ഓനെ കൂട്ടിയിട്ട് തന്നെ വന്നത് കേട്ടോ. ഓന് നിലപ്പം അങ്ങനെ തിന്നലെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഗായ്സ് ഇരുന്ന് ഓർഡർ ആക്കാനെല്ലാം സെറ്റാക്കിയിട്ട് വെച്ച് ഞാൻ എന്താ ഈ ഒരു വ്ളോഗ് എടുത്തത് എനിക്കറിയാം. പിന്നെ ഞാനുണ്ടായത് ഹെയറിൽ കേട്ടോ. അവിടെ അവരെ എല്ലാം ഫുള്ള് റഷ് ഉണ്ടായിന്. അവരെ മുമ്പിൽ ഞാൻ നാറിയിട്ട് കളിച്ചിട്ടുണ്ടായത് കേട്ടോ. ഓന് റോട്ടമ്മ പോയിന്ന് ഞാൻ പോയിന്ന്. എൻ്റെ ചെരുപ്പ് ഒന്നാമത് ടിക്കറ്റ് സൗണ്ടല്ലേ ഈ ടിക്കറ്റിന്ന് എല്ലാവർക്കും കേൾക്കും. ഞാൻ കൂക്കിക്കൊണ്ട് പായല്ല പായ. അതിനിടയിൽ ഞാൻ നേരത്തെ പായുമ്പോഴത്തേക്ക് റോട്ടിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഒരു കടി കിട്ടിയതുണ്ട് എനിക്ക്. എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റിയിട്ടാ. കടിച്ചാലും പ്രശ്നമില്ല, ഞാൻ അവനെ തച്ചിട്ടാട്ടാ. എന്ന് വെച്ചെങ്കിൽ എനിക്ക് ഞാൻ അവനെ വാശിൽ ഞാൻ തച്ചിട്ടുണ്ടെങ്കിൽ അവന് വെറുതെ ഒരു കുലുമാലാക്കണേനു. സോ ഓന് കൂടാക്കിയിട്ട് വെച്ചിട്ട് ഞാൻ എങ്ങനെയല്ലോ പറഞ്ഞിട്ട് ഒപ്പിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഞാൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. എന്നെ പായിപ്പിച്ചത് കുറച്ചൊന്നുമല്ല. ഇന്ന് ശരിക്കും പറഞ്ഞെങ്കിൽ മര്യാദയ്ക്ക് ഞങ്ങൾക്ക് തിന്നാൻ പറ്റിയിട്ടാ. എന്താ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഓന് ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടായിട്ടാ. ഈടുന്നല്ല പാർക്കിംഗ് ആടുന്ന ഞാൻ കൊണ്ടുവരുന്നുണ്ടായ അവസ്ഥ. പക്ഷെ ഇപ്പോൾ എന്താ വെച്ചെങ്കിൽ അവനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ നല്ലോണം ഓടി റോട്ടുമേ 3-ാമത്തെ പ്രാവശ്യം പോകുന്നുണ്ടായത്. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു ചെരുപ്പ് പൊട്ടി. പിന്നെ ഇത് തിന്നാനിരുന്നിട്ട് ആകുമ്പോഴത്തേക്ക് പിന്നെ പോകുമ്പോഴത്തേക്ക് പിന്നെ ഒരു ചെരുപ്പ് പൊട്ടി. അങ്ങനെ 2 ചെരുപ്പ് അവനെ കൊണ്ട് ഞാൻ പൊട്ടിയിട്ടാ. അങ്ങനെ ഇത് വരുമ്പോഴത്തേക്ക് മോമോസ് വന്ന് പിന്നെ എന്താ പുതിയത് എന്തെങ്കിലും ട്രൈ ആക്കാമെന്ന് അറിയിച്ചിട്ടാ നമ്മൾ ഒന്നൊന്ന് ട്രൈ ആക്കുന്നില്ലത്. പക്ഷെ എനിക്ക് തിന്നാൻ പോട്ടെ, എനിക്ക് കൈ പോയാൽ എനിക്ക് പറ്റുന്നുണ്ടായിട്ടാ. അവനെ കൊണ്ട് എനിക്ക് ഒന്നിനും പറഞ്ഞ് ഞാൻ ഒന്നാമത് ചൂടെടുത്തിട്ട് നമുക്ക് തിന്നാനും വേണ്ട ഒന്നും വേണ്ട. എനിക്ക് ലാസ്റ്റ് വേണ്ടെന്ന് തോന്നിയിട്ടാ. എനിക്ക് പറ്റുന്നുണ്ട്, ബോഡി ഫുള്ള് ടയേർഡായി. പിന്നെ എന്താ ഫലൂദ ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. സോ അത് തിന്നാനുള്ള ഓനുണ്ടല്ലോ മോമോസും പിന്നെ വേറെ ഒന്നും നമ്മൾ ട്രൈ ആക്കാമെന്ന് പറഞ്ഞിട്ട് പേരെനിക്കറിയില്ല ഗൈസ്. ഇപ്പം പേര് നോക്കിക്കോ, പേരറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ആക്കാം കേട്ടോ. ഇത് ഈ ഒരു സാധനം ഇത് ട്രൈ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഈ വെറൈറ്റി ഫുഡ് ട്രൈ ആക്കുമ്പോഴുള്ള പ്രശ്നം ഇതെങ്ങനെ അതിന് എന്തെങ്കിലും കുത്താനോ ഒരു ഫോട്ടോ എന്തെങ്കിലും ഒന്നും തന്നിട്ടോ. ഇതിങ്ങനെ തിന്നാലും എങ്ങനെ ട്രൈ ആക്കലൊന്നും അറിയുന്നുണ്ടായില്ല. എന്താ വെച്ചാൽ ഫസ്റ്റല്ലേ കാണുന്നത്. അങ്ങനെ എങ്ങനെയല്ലോ ആക്കിയിട്ട് തിന്നിട്ട് എടുത്തിട്ടാ. പിന്നെ കുറേ സാധനം ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം തീർത്തിട്ട് എന്നെ ഈടുന്ന് പോകണമെങ്കിൽ ഓനെ എങ്ങനെ കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് കണ്ടോ ഓൻ തിന്നോണ്ട് അവിടെ ഒരു പെണ്ണുഞ്ഞുണ്ടായിന്. അതിനൊക്കെ മയങ്ങുന്നില്ല കേട്ടോ. പെണ്ണുഞ്ഞ് എവിടെ കണ്ടാൽ ഇപ്പം ഓന് സൈറ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ കുഞ്ഞു ഓനോട് ഇങ്ങനെ മുഴുവൻ ചോദിച്ച് അവരെ കൈമണ്ടത് വേണം കുഞ്ഞിക്ക് വേണമെന്ന് ചോദിച്ചിട്ട് കൊടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഓനെ തന്നെ എല്ലാം എടുത്തിട്ട് ബൈക്കോട്ടെ കൈസ്. പിന്നെ അത് ആ ഒരു സ്പൂൺ പിടിച്ചിട്ട് നടക്കാൻ തുടങ്ങി. പിന്നെ എന്താ പറയല്, എനിക്ക് ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞെങ്കിൽ ഹാപ്പി ഉണ്ടായിരുന്നു. ഓൺ ഉണ്ടായത് കൊണ്ട് ഞാൻ എല്ലാം ഓൻ്റെ നോക്കി നടക്കുന്നുണ്ടായത്. പക്ഷെ ബോഡിയും മൈൻഡ് ഫുൾ അപ്സെറ്റായി ഗൈസ്. പറ്റുന്നുണ്ടായിട്ട് എനിക്ക് പാഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് അതൊക്കെ ഉണ്ടെങ്കിലും ഓനെ ഒന്ന് തച്ചിട്ട് മൂലക്കിടാറി. പക്ഷെ എനിക്ക് തല്ലാൻ മനസ്സ് ചെയ്യുന്നുണ്ടായിട്ടാ.
പിന്നെ ഇതാ ഇപ്പോഴത്തേക്ക് റോഡ് എങ്ങനെയല്ലോ കടന്നിട്ടാ എൻ്റെ ചെരുപ്പ് എങ്ങനെയും മുമ്പിലോട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിട്ടാ. ഒന്ന് പൊട്ടിയത് മാത്രമല്ല, ഇത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇതാക്കിയിട്ട് വന്ന് ഇപ്പോഴത്തെ കാലം ഇങ്ങനെ തന്നെ. അപ്പോഴത്തേക്ക് എന്നെ പ്രശ്നം അമ്മി എന്നെ തട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ വൈദ്യ ഇപ്പോഴത്തേക്ക് തട്ടിയിട്ട് ഇങ്ങോട്ടാക്കി, റോഡ് ക്രോസ് ആക്കി. പിന്നെ തട്ടണം എന്നല്ല പറഞ്ഞിട്ടുള്ള കൊല്ലുമാൽ. ഞാൻ പറഞ്ഞു ഞാൻ തട്ടാ, ചെരുപ്പ് മുമ്പിൽ പോയിട്ട് ഞാൻ ഊരിട്ട് നടക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ഊരിട്ട് നടന്നേ പിന്നെ കുറച്ച് മുമ്പിൽ പോകുമ്പോഴത്തേക്ക് കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ ചെരുപ്പിടാതെ കൊണ്ട് ഓനും ചെരുപ്പ് ഊരിയിട്ട് നടന്നതായിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.